കുഞ്ഞളിയാ, എന്താ കരിഞ്ഞു നാറുന്നുണ്ടല്ലോ? എന്റെ വയറായിരിക്കും. വല്ലതും മനസ്സറിഞ്ഞ് കഴിച്ചിട്ട് നാളൊരുപാടായേ. ഏയ്, ഇതൊന്നുമല്ല, ഡ്രസ്സ് കരിഞ്ഞതിന്റെ മണമാ. എങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് വലുതായിരിക്കും. ഓ പിന്നെ, അടുത്ത വീട്ടിൽ നിന്ന് മണം ഇത്രയും ദൂരം വരാൻ പോവല്ലേ? ആരെങ്കിലും വസ്ത്രം തേച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും. അല്ല ചന്ദ്രേ, നീ തേക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തന്നെയാ വന്നത്. എന്നാലും പോയി നോക്ക്. എനിക്കിത്ര ഉറപ്പുണ്ടെന്നേ. ഡ്രസ് കത്തിയാ അതിന്റെ നഷ്ടം നിനക്ക് തന്നെ കേട്ടോ. ഇതാരെങ്ങനെ ചെയ്തേ? ഇതിന്റെ പുതിയ ഡ്രസ്സായിരുന്നു. നോക്കട്ടെ. കൊള്ളാലോ. നിനക്ക് ശ്രദ്ധയില്ലേ? ഡ്രസ്സ് കരിഞ്ഞ മണം വരുന്നു ഞങ്ങൾ പറഞ്ഞപ്പോഴും ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് നെകളിച്ച് നിൽക്കുമായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ടടി? പോയപ്പോ ആർക്ക് പോയി? സത്യം പറ, ഇത് നിങ്ങൾ ചെയ്തതല്ലേ? ഞാൻ ആ മുറിയിലോട്ട് കേറിട്ടേ ഇല്ല. പിന്നെ ആരാ ഇത് ചെയ്തത്? എന്നെ നോക്കണ്ട, ഞാനല്ല. ഇതൊന്നും ആരും ചെയ്തൊന്നും ആയിരിക്കില്ല. നീ സ്വിച്ച് ഓഫ് ആക്കാൻ മറന്നതായിരിക്കും. ഇല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സ്വിച്ച് ഓഫ് ചെയ്ത് ഡ്രസ് എടുത്ത് കട്ടിൽ വച്ചിട്ടാ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഇത് മനഃപൂർവ്വം ആരും എന്നെ ദ്രോഹിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ. നിന്നെ ദ്രോഹിച്ചിട്ട് ഇവിടെ ആർക്കും ഒന്നും കിട്ടാനില്ല മോളെ. എന്നെ നിങ്ങൾക്ക് പറയാം, നഷ്ടം എനിക്കല്ലേ ഉണ്ടായത്. പോട്ടെ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. അതെ, ദേഷ്യപ്പെട്ടിട്ടോ കരഞ്ഞിട്ടോ എന്താ പ്രയോജനം? പോയ ഡ്രസ്സ് പോയി. ഇനി അതിനെപ്പറ്റി ഓർക്കാതിരിക്കുന്നതാ നല്ലത്. ഇതിനെല്ലാം കൂടി ഒരു ദിവസം ഞാൻ തിരിച്ചു തരുന്നുണ്ട്. ഒന്നത് താങ്ങാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. എല്ലാം എന്തിനാടി നീട്ടി വെക്കുന്നത്? പാടി ഇപ്പൊ തന്നെ ആടി. വാ വാ പാടി. ചേച്ചി, എന്തിനാടി? ചേച്ചി, അവൾക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞില്ലേ? ഇനി നമ്മളും കൂടി എന്തിനാ വെറുതെ ചവിട്ടുന്നത്? കേറി പോടി. പ്രിയേ, പ്രിയേ. എന്താ ചേച്ചി? ഞാനേ സിദ്ധുവിന്റെ വീട് വരെ ഒന്ന് പോവാ. പ്രേമേച്ചു ഒന്ന് കണ്ടിട്ട് ഞാൻ വേഗം വന്നോളാം. നേരെ ഓഫീസിലേക്കല്ലേ വരുന്നത്? അതെ. ചേച്ചിയുടെ ഈ പോക്കും വരവും ഒന്നും നമ്മുടെ മറ്റേ ചേട്ടൻ ഇഷ്ടപ്പെടുന്നില്ല, ശരത്തിനെ. അവനെയൊക്കെ ആര് നോക്കുന്നു? ചേച്ചി ആ വീട്ടിൽ പോയാ അവനെന്താ? ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവനെന്താ പ്രശ്നമെന്നാ? ഇപ്പൊ ചന്ദ്രയുടെ വലം കൈ ശരത്ത്. ചന്ദ്രയ്ക്ക് പറ്റാത്തത് ഇവനും പറ്റില്ല. അത് മാത്രമല്ല ചേച്ചി, വേറെന്തോ കൂടിയുണ്ട്.